കുറച്ച് സ്റ്റോപ്പേജ് ആയിട്ട് തോന്നും. ബട്ട് മാർട്ടിൻ സ്കോർസീസിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ്. പുള്ളിയുടെ കരിയറിലെ തന്നെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് ആണ് ചിത്രത്തിലെന്ന് പറഞ്ഞത്. ഡികാപ്രിയോ. പിന്നെ ഡീറോ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓവറോൾ മൂവി എങ്ങനെയാണ് കണ്ടിറങ്ങിയപ്പോൾ ഒരു അടിപൊളിയായിരുന്നു. വെറുത്ത മൂവി തന്നെയാണ്. വർക്കാണ്. ഇപ്പോൾ എങ്ങനെയുണ്ട് മൂവി? ഡിക്കാപ്രിയോയുടെ പെർഫോമൻസ് ഉണ്ട്. പുള്ളിയുടെ കരിയർ എന്താ മൂവി എന്താ പറഞ്ഞു വെക്കുന്നത്? എന്താണ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ? കാണേണ്ട ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല പടമായിരുന്നു. എന്താണ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സിനിമയിൽ? കൊള്ളാം. എല്ലാവരും പെർഫോമൻസ് കൊള്ളാം. ആക്ടിങ് എല്ലാവരും കൊള്ളാം. എല്ലാ ആക്ടേഴ്സും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്ത് നമ്മൾ അറിയാമല്ലോ എല്ലാ ആക്ടേഴ്സും അതിനനുസരിച്ച്. വേറെ എന്തൊക്കെയാണ് പറയാനുള്ള സിനിമ? കുറച്ച് ലെങ്ത് ഉണ്ട്, 3.5 മണിക്കൂർ ലെങ്ത് ഉണ്ട്. വേറെ മേക്കിങ് കാര്യങ്ങളൊക്കെ ഡിക്കാപ്രിയോയുടെ അഭിനയമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് തന്നെ പറഞ്ഞാൽ എല്ലാവരുടെയും പെർഫോമൻസ് കൊള്ളാം. അഭിനയം എടുത്തു പറയേണ്ട കാര്യം തന്നെ. പിന്നെ ഈ ഒരു കോംബോ വരുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. ഏറ്റവും നല്ല മേക്കിങ്ങും ഏറ്റവും നല്ല ആക്ടിങ്ങും അത് തന്നെയായിരുന്നു. അത് ഓക്കെ. കൊള്ളായിരുന്നു, നല്ല മൂവിയായിരുന്നു. പിന്നെ 3 hours ഫുൾ എനിക്ക് വർത്തായിട്ട് തോന്നി. ഡിക്കാപ്രിയോയുടെ അഭിനയമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വേറെ ലിയോനാർഡോ ഡികാപ്രിയോ ആസ് ഓൾവേസ് നെയിൽഡ് ഇറ്റ്. പിന്നെ മാർട്ടിൻ സ്കോർസസ് ബാക്ക് ആഫ്റ്റർ ലോങ് ടൈം. ആൻഡ് മെയിൻ അതിൻ്റെ ലീഡ് ആക്ട്രസ് ഉണ്ട്, ലിലി ഗ്ലാഡ്സ്റ്റോൺ. അത് നന്നായിട്ട് അഭിനയിച്ചത്. അതിന് കിട്ടിയ കാശ് ഫുൾ വർത്തായി. വേറെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ല? വേറെ ഇത് തന്നെ കൊള്ളാം, കണ്ടിരിക്കുന്നത്. എക്സലൻറ്റ് ഫിലിമാണ്. ഞാൻ റേറ്റിംഗ് ഉള്ളത് 10/10 3 hours കൂടുതലാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു ലാഗിങ് ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ കൊള്ളായിരുന്നു. ഒരു ആർട്ട് ഫിലിമാണ്, ഒരു കമേഴ്ഷ്യൽ ഫിലിം അല്ലായിരുന്നു. അപ്പോൾ സ്പെക്ടേറ്റേഴ്സ് അത് മനസ്സിലാക്കി വേണം അത് കാണാനായിട്ട്. ഒരു കമേഴ്ഷ്യൽ ഫിലിം അല്ല. അല്ലെങ്കിൽ നമുക്ക് ലാഗ് എങ്ങനെ അടുപ്പിക്കുന്നതാണ് നമ്മൾ? ലാഗ് എന്ന് വെച്ചാൽ ചില പാട്ട് മാത്രം ലാഗ് ഉണ്ടായിരുന്നു, ചില പാട്ട് നല്ല ആക്ടിങ് ആണ്. സിനിമ ഫുൾ ആക്ടിങ് ആണ്. അത് മാത്രം സ്പെക്ടേറ്റ് ആക്ടിങ്ങിനാണെങ്കിൽ സിനിമ ആണ്. അല്ലാതെ ആക്ഷൻ അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു ട്രൈറ്റ്സ് ഉണ്ടെങ്കിൽ അത് കാണാൻ സിനിമ വരുന്നത്. അത് ആക്ടിങ്ങിന് മാത്രം വേണ്ട സിനിമയാണ്. ഫ്ലവർ മൂന്നാണ് മാർട്ടിൻ സ്കോർസീസിൻ്റെ നല്ല പടമായിരുന്നു. പിന്നീടും ഡിക്കാപ്രിയോയും ദിസ് ബോയ്സ് ലൈഫ് കഴിഞ്ഞിട്ട് വരുന്ന പടമാണ്. അത് അവർ പണ്ട് ചെയ്ത പോലെയല്ല, കുറച്ചുകൂടെ മെച്യൂരിറ്റി ഉള്ള ഒരു അപ്രോച്ചാണ്. മാത്രമല്ല ഗ്രേ ഷെയ്ഡ്സ് ഉള്ളതാണ് ഡിക്കാപ്രിയോയുടെ ക്യാരക്ടറിന്. പിന്നെ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട് ക്യാരക്ടറിക് അപ്രോച്ച്. അത് മെച്യൂരിറ്റി പുള്ളി കാണിക്കുന്നുണ്ട്. പഴയ ഗാങ്സ്റ്റർ മോഡിൻ്റെ എല്ലാം ഉണ്ടെങ്കിലും അതിൽ കുറച്ചുകൂടി വ്യത്യാസമുള്ള അപ്രോച്ചാണ് പുള്ളി കാണിക്കുന്നത്. പുള്ളിക്ക് മാർട്ടിൻ സ്കോർസീസിൻ്റെ പ്രായത്തിനൊത്തൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. പുള്ളിയുടെ ചെറുപ്പകാലത്തെടുത്ത പടങ്ങളിൽ നിന്ന് മാറി മാറി നല്ലൊരു മെച്യൂരിറ്റിയുള്ള അപ്രോച്ച്. നല്ല ലെങ്തുള്ള പടമാണ്. 3.5 മണിക്കൂറോളം ഉണ്ട്. പിന്നെ ബ്രേക്ക് ഇല്ല ശരിക്കും തോന്നുന്നു. കാരണം പകുതി എത്തിയപ്പോൾ അവർ ബ്രേക്ക് തന്നതാണ്. എന്നാലും എനിക്കിരുന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഞാൻ ആഗ്രഹിച്ച് കണ്ടതാണ്. ലിയോ ഇറങ്ങിയത് കൊണ്ടാണ് ഇവിടെ ഇത്രയും താമസിച്ചത്. ലിയോ ഞാൻ ഫസ്റ്റ് ഡേ പോയി കണ്ടതാണ്. ഫസ്റ്റ് രാവിലെ തന്നെ പോയി കണ്ടതാണ്. ഇതിത്രയും വരാൻ താമസിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്ത് ആഗ്രഹിച്ച് ഇന്നൊന്ന് കണ്ടതാണ്. നല്ല പടമാണ്. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. എല്ലാവരും OTT വരുമ്പോൾ ഉറപ്പായിട്ടും കാണേണ്ട പടമാണെന്നാണ് എൻ്റെ അഭിപ്രായം. സ്കോർസീസിയുടെ സിനിമയാണ്. സോ കാണുന്നവർക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടതെന്നുള്ളത് അങ്ങനെ ഒരു പടം തന്നെയായിരുന്നു. ഡിക്കാപ്രിയോയുടെ ഒരു കരിയർ ബെസ്റ്റ് മൂവി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് മൂവി എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. പുള്ളിയുടെ അങ്ങനെ മോശമായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. ഓവറോൾ എന്താ പറയാനുള്ള ഈ മൂവിയെ പറ്റി? ഓവറോൾ എന്താ പറയാനാണ്, തീർത്തും ഒരു ഡിഫറെൻ്റ് ആയിട്ട് കോൺസെപ്റ്റാണ്. നമ്മൾ കണ്ടിട്ടുള്ള ഈ പറയുന്ന പോലെ നേറ്റീവ് ഇന്ത്യൻസിനെ പറ്റിയുള്ളതാണ്. പക്ഷേ ഒരു ഡിഫറെൻറ്റ് ടേക്കാണ് കണ്ടുപോക്കാൻ.